മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു സ്ഥിര ജോലി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതായത് സ്ഥിരമായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. അഗ്നിവീർ അല്ല, സ്ഥിര ജോലിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് സോൾജർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈയിടെ നമ്മൾ കൃത്യമായിട്ട് ആർമീൻ്റെ വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണിത്. ഇന്നലെ നമ്മൾ അഗ്നിവീർ GD അതുപോലെ വുമൺ മിലിറ്ററി പോലീസ് ഇതിൻ്റെയൊക്കെ വന്നത് അപ്ഡേറ്റ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. 32 മിനിറ്റുള്ള വീഡിയോ ആണ്. കുറച്ച് ലെങ്ത് ഉണ്ട്. സമയമുള്ളത് പോലെ അതിന് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അത് അപേക്ഷിക്കുക. അത് പെർമനൻ്റ് അല്ല, അത് അഗ്നിവീർ ട്രേഡ് ആണ്, 4 വർഷത്തേക്കുള്ളതാണ്. ഇത് പെർമനൻ്റ് ആണ്, സ്ഥിര ജോലിയാണ്. പിന്നെ മറ്റതിൽ നിങ്ങൾ അഗ്നിവീറിൽ കയറിയാണ് 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള ഫോഴ്സിലേക്ക് റിസർവേഷൻ, അതൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. 4 വർഷം കഴിഞ്ഞാൽ എല്ലാവരെയും പിരിച്ചുവിടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മിനിമം 10ാം ക്ലാസ് ആണ് അതിന് അപേക്ഷിക്കാൻ യോഗ്യത. ഇതിന് +2 ആണ് യോഗ്യത. ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അതിൽ നമ്മുടെ GD അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മൾ ചെയ്യും. WMP ആണ്, വുമൺ മിലിറ്ററി പോലീസാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതിന് രണ്ടിനും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളും മുന്നിലേക്ക് ഉടനെ തന്നെ അപേക്ഷ തീരുന്നതിന് മുന്നായിട്ട് ലോഞ്ച് ചെയ്യുന്നതുമായിരിക്കും. ഒരു പുസ്തകം വാങ്ങുന്ന വിലയേ ഉള്ളൂ. 499 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാവിധ ഫെസിലിറ്റിയും നൽകിക്കൊണ്ട് ഈ ഒരു ക്ലാസ്സുകൾ സൈറയുടെ AI ക്ലാസ് ആണ്, അത് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേരള, അതായത് നമ്മുടെ കർണാടക, കേരള, യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലക്ഷദ്വീപ്, മാഹി, ഈ ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക്, അതായത് ഈ ഒരു ഡിസ്ട്രിക്റ്റ് അല്ല, ഈ സ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയിലുള്ളവർക്കുമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ലക്ഷദ്വീപ്, മാഹി, കേരളത്തിൻ്റെ മാത്രമാണ് നോക്കുന്നത്. കാരണം കർണാടകത്തിൽ നിന്നുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്നില്ല. അപ്പോൾ എല്ലാത്തിനും കോമൺ ഡീറ്റെയിൽസ് ഒക്കെ കോമൺ ആണ്. അപ്പോൾ നമുക്കെല്ലാം പറഞ്ഞങ്ങ് പോകാം. ഓൺലൈൻ എക്സാമിനേഷൻ അതിന് മുൻപായിട്ട് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് 13 ഫെബ്രുവരി മുതലാണ്. ഏകദേശം 1 ഏപ്രിൽ 2026 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപേക്ഷിക്കാൻ സമയം ലഭിക്കുന്നുണ്ട്. 1 ജൂൺ 2026 മുതൽ 15 ജൂൺ 2026 ഇടയിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ആർമി ഇവിടെ വെളിപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതിന് ആദ്യം തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കണം. സോൾജർ ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, അതുപോലെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, വെറ്റിനറി തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് +2 ഉണ്ടായിരിക്കണം. +2 പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷോട് കൂടി പാസ്സായിരിക്കണം. അതുപോലെ തന്നെ മിനിമം 50% മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അഗ്രിഗേറ്റ് മൊത്തത്തിൽ 50% മാർക്ക് വേണം. അതുപോലെ തന്നെ മിനിമം 40% മാർക്ക് ഒരു സബ്ജക്റ്റിലും ഉണ്ടായിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ല എന്നാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിമം +2 ഉണ്ടായാൽ മതി. ഇൻ സയൻസ് വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, അതുപോലെ തന്നെ സുവോളജി ആൻഡ് ഇംഗ്ലീഷോട് കൂടി വേണം. 50% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. മൊത്തത്തിൽ 40% മാർക്ക് ഒരു സബ്ജക്റ്റിലും ഉണ്ടാകണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇതില്ലെങ്കിൽ ഇത് മതി, ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആദ്യം പറഞ്ഞത് രണ്ടാമതുള്ള ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 1 ജൂലൈ 2004 1 ജൂലൈ 2009 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇനി ഷിഫായി പാർമ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് +2 ആണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള യോഗ്യതയും മതി. അതുപോലെ തന്നെ ക്വാളിഫൈഡ് ഇൻ DPharm ചോദിക്കുന്ന കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വിത്ത് മിനിമം ഓഫ് 55% മാർക്കോട് കൂടി ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഗ്രിഗേറ്റ് മൊത്തത്തിൽ അത്രയും ശതമാനം മാർക്ക്, അതായത് 55% മാർക്ക് വേണം. അതിൻ്റെ രജിസ്റ്റേർഡ് വിത്ത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ നിങ്ങൾ രജിസ്റ്റേർഡ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ കീഴിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നിർബന്ധമായിട്ടത് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻഡിവിജ്വൽ ക്വാളിഫൈഡ് ഇൻ ബിഫാമിൻ്റെ വിത്ത് മിനിമം ഓഫ് 50% മാർക്ക് ആൻഡ് രജിസ്റ്റേർഡ് വിത്ത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ കീഴിലുള്ളവർ, അവരും എലിജിബിൾ ആണ്. രണ്ടിൽ ഏതെങ്കിലും DPharm അല്ലെങ്കിൽ BPharm ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 19 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് ഇവിടെ അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. +2 അതുപോലെ തന്നെ DPharm അല്ലെങ്കിൽ BPharm ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ രജിസ്ട്രേഷൻ വേണം കേട്ടോ. അപ്പോൾ 1 ജൂലൈ 2002 അതുപോലെ 1 ജാൻ 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. 165 സെൻറ്റിമീറ്റർ ഉയരം വേണം. ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലക്ഷദ്വീപിലൊക്കെ നോക്കുകയാണെങ്കിൽ 155 സെൻറ്റിമീറ്റർ ഉയരം വേണം. ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇതൊക്കെ ബോണസ് മാർക്കാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് NCC A സർട്ടിഫിക്കറ്റ് ഉണ്ട്, 5 മാർക്ക് നിങ്ങൾക്ക് ബോണസ് മാർക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതിന് പരീക്ഷയാണ് ആദ്യം നടക്കുക. പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും
CEE, അതായത് കമ്പ്യൂട്ടർ എൻട്രൻസ് എക്സാമിനേഷനാണ്. കോമൺ എൻട്രൻസ് എക്സാമിനേഷനാണ്, കമ്പ്യൂട്ടറിലാണ്, ഓൺലൈനായിട്ടാണ് നടക്കുക, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കോമൺ എൻട്രൻസ് എക്സാമിനേഷനാണ് നിങ്ങൾക്ക് ആദ്യം നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലിൻ്റെ ലിങ്ക് പർച്ചേസ് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ മെറ്റീരിയൽ വാങ്ങി പഠിച്ചവർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും ലിസ്റ്റിൽ ഇടം നേടാനും സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഹൈലൈറ്റ് സെക്ഷനിൽ സ്റ്റഡി ഗൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഹൈലൈറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ നമ്മൾ എല്ലാം ആഡ് ചെയ്തിട്ടില്ല, നമുക്ക് കിട്ടുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ നമ്മൾ പരമാവധി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പറ്റുന്നത് പോലെയൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലും കൂടുതൽ കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്താൽ മതി. അവിടെ തന്നെ ഒരുപാട് പേരുടെ ഒപ്പീനിയൻ ഒറ്റ സ്ക്രീൻഷോട്ടിൽ തന്നെ ഏകദേശം 10-15 പേരുടെയൊക്കെ ഉൾപ്പെടുത്താനായിട്ട്, 10 അതുപോലെ 8-9 പേരുടെയൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട്. അപ്പോൾ അത് നോക്കിയാൽ മതിയാകും. പിന്നെ ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന പരീക്ഷയിൽ വരുന്നില്ല. പക്ഷേ അത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കട്ടെ. കാരണം 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്ന് കറക്കി കുത്തിയാൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടുന്നില്ല. പക്ഷേ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവും, അവൻ അവിടെ മാർക്ക് കിട്ടും. നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ കറക്കി കുത്തുന്നു, അവിടെ നമുക്ക് മാർക്ക് കിട്ടുന്നില്ല. പക്ഷേ പഠിച്ചവൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 2 മാർക്ക് സ്കോർ ചെയ്തു. ചിലപ്പം നമുക്ക് 4 എണ്ണം കറക്കി കുത്തുമ്പോൾ 1 ശരിയായിട്ടുണ്ടെങ്കിൽ പഠിച്ചവനക്ക് 3 എണ്ണം ശരിയായിട്ടുണ്ടാവും. അപ്പോൾ അവന് ഈ ലിസ്റ്റിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. അറിയാത്തത് വന്നു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ആണ്, എൻ്റെ കൂടുതൽ സാധ്യത ഉള്ളത് എടുത്തിട്ട് കറക്കി കുത്താം, പ്രശ്നമില്ല, ഓക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഫേസ് അതാണെങ്കിൽ സെക്കൻഡ് ഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ റാലിയാണ്. അതിന് നിങ്ങളുടെ ഡോക്യുമെന്റ് റിക്വയർഡ് ആയിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യും. റാലി ആദ്യം പരീക്ഷയാണല്ലോ, പരീക്ഷ പാസ്സാകുന്നവർക്ക് വേണ്ടി രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാം, റാലിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്, അൺമാരീഡ് സർട്ടിഫിക്കറ്റ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാവരും എടുക്കണ്ട, അതിപ്പം പറയുന്നത് ഞാനിപ്പം വേണം നിർബന്ധമില്ല. അപ്പോഴേക്കും നമുക്ക് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. റിലേഷൻഷിപ്സ് ആർമിയിൽ വർക്ക് ചെയ്യുന്നവർ എടുക്കേണ്ട സാധനമാണിത്. വർക്ക് ചെയ്യുന്നവരുടെ മക്കൾ, NCC സർട്ടിഫിക്കറ്റ് ഇതെല്ലാവർക്കും വേണ്ട, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഇതും എല്ലാവർക്കും വേണ്ട, ഉള്ളവർക്ക് മാത്രം മതി. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ ഒരു സമയത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഫേസിൽ വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് 1600 മീറ്റർ ഓട്ടം, 1.6 കിലോമീറ്റർ ഓട്ടം 6 മിനിറ്റ് 15 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓടി തീർത്തേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുള്ളപ്പ് വരുന്നുണ്ട്, 9 ഫീറ്റിൻ്റെ ഡിച്ച് വരുന്നുണ്ട്, 6 ആക്ക് ബാലൻസിങ് വരുന്നുണ്ട്. ഇതൊക്കെ ക്വാളിഫയിങ് ആണ്. മിനിമം 6 ഇവിടെ എടുത്തിരിക്കണം. ഇതൊക്കെ ക്വാളിഫയിങ് ആണ്. ഇതിന് മാർക്കും കാര്യങ്ങളൊന്നും ഇതിന് പ്രത്യേകിച്ച് വരുന്നില്ല. സോ അവർ ഫിസിക്കലും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. മെഡിക്കലും പാസ്സാകുന്നവർക്കാണ് ഇതിൻ്റെ ജോലിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇത്രയും ഇതിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടുള്ളൂ. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഗ്നിവീറിൻ്റെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പെർമനൻറ്റ് ജോലിയാണ്, സ്ഥിര ജോലിയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ താഴെ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. സ്ഥിര ജോലിയാണ്, ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നാണ് ഒരു സ്ഥിര ജോലിയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത്.